നമസ്കാരം. ജന്മഭൂമിയിലേക്ക് സ്വാഗതം. പിണറായി വിജയൻ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പള്ളിയുറക്കം കഴിഞ്ഞിട്ട് ഇപ്പോഴാന്ന് തോന്നുന്നു എഴുന്നേറ്റത്. കാരണം BJPയുടെ വിജയത്തിൽ അവർ തെല്ലൊന്ന് അസ്വസ്ഥരാണെന്ന് പറയാതെ പല ആവർത്തി പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. കനൽ ഒരു തരി മതിയെന്ന് പറഞ്ഞവരുടെ തരിയെല്ലാം പിന്നീട് കെട്ടുപോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. തങ്ങൾക്ക് എവിടെയാണ് പാളിച്ചകൾ പറ്റിയതെന്നും അത് മനസ്സിലാക്കി ഒരു പഠനം ആവശ്യമാണെന്ന് EP ജയരാജൻ അടക്കമുള്ള നേതാക്കൾ പറഞ്ഞപ്പോഴും മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അതൊന്നും ചെവിക്കൊള്ളാൻ തയ്യാറായിരുന്നില്ല. പാർട്ടിയെ നയിക്കുന്ന തലവൻ എന്ന നിലയിൽ സ്വന്തം പാർട്ടിക്കുണ്ടായ പരാജയം തുറന്നു സമ്മതിക്കാൻ മുഖ്യൻ തയ്യാറായിരുന്നില്ല എന്നതാണ് ഇവിടെ ശ്രദ്ധേയമായ മറ്റൊരു വസ്തുത. കഴിഞ്ഞ ദിവസം നടന്ന ധന അഭ്യർത്ഥന ചർച്ചയിലും രാഷ്ട്രീയമായും ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ രംഗത്ത് വന്നിരുന്നു. കേരളത്തിലെ BJP വളർച്ചയെക്കുറിച്ചായിരുന്നു ഇടത് വലത് നേതാക്കളുടെ ചർച്ച മുഴുവനും നടന്നത്. പരസ്പരം പഴിചാരിയാണ് നേതാക്കൾ സംസാരിച്ചതും. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിക്കാത്ത തോൽവിയാണ് ഇടതുപക്ഷത്തിനുണ്ടായതെന്ന് ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. 11 മണ്ഡലങ്ങളിലാണ് BJP ലീഡ് നേടിയത്. BJPയുടെ മുന്നേറ്റത്തെ ശക്തമായി എതിർക്കണം. സംഘടനാപരമായ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആവശ്യമായ തിരുത്തലുകൾ വരുത്തി ശക്തമായി തിരിച്ചു വരണമെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. കോൺഗ്രസ് ആണ് തൃശൂരിൽ BJP വിജയിപ്പിച്ചതെന്നാണ് അവർ പറയുന്നതും. 2019 കിട്ടിയ 86,965 വോട്ടാണ് കോൺഗ്രസിന് കുറഞ്ഞത്. ആ വോട്ടുകൾ അപ്പാടെ BJPയിലേക്ക് പോയി. നേമത്ത് O രാജഗോപാലിനെ വിജയിപ്പിച്ചതും കോൺഗ്രസ് ആണ് എന്നും ഗോവിന്ദൻ ആരോപിച്ചു. കോൺഗ്രസ് പാർട്ടി കുറച്ചുകൂടി ശ്രമിച്ചിരുന്നെങ്കിൽ കേന്ദ്രത്തിൽ വീണ്ടും BJP സർക്കാർ വരില്ലായിരുന്നുവെന്നും CPM സംസ്ഥാന സെക്രട്ടറി കൂടിയായ MV ഗോവിന്ദൻ പറഞ്ഞു. കരുവന്നൂരിൽ അകത്താകാതിരിക്കാൻ വേണ്ടി CPM ആണ് BJPയെ വിജയിപ്പിച്ചതെന്നും തിരിച്ചടിച്ചുകൊണ്ടാണ് രമേശ് ചെന്നിത്തല സംസാരിച്ചത്. തൃശൂരിലെ BJP വിജയിച്ചതിന്റെ പേരിൽ കോൺഗ്രസിനെ പരിചാഴി MV ഗോവിന്ദന് ആറ്റിങ്ങലിലും ആലപ്പുഴയിലും CPMന് നഷ്ടപ്പെട്ട വോട്ടുകളുടെ കണക്ക് പറഞ്ഞ് രമേശ് ചെന്നിത്തല മറുപടി നൽകി. മോദിക്കെതിരെ രാഹുൽ പോരാടിയപ്പോൾ രാഹുലിനെ പിന്നിൽ നിന്ന് കുത്തിയവരായിരുന്നു CPM എന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ഇങ്ങനെ ചർച്ചയിൽ പങ്കെടുക്കുന്നവരെല്ലാം BJP വിജയത്തെക്കുറിച്ചായിരുന്നു സംസാരം നടത്തിയത്. തിരഞ്ഞെടുപ്പ് തോറ്റതിന്റെ പേരിൽ രാജിവെക്കാൻ ഉപദേശിക്കേണ്ടത് കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ പ്രദേശ്, കർണാടക സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരോടാണ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. വിജയത്തിൽ അഹങ്കരിക്കാതെ BJP എങ്ങനെ തൃശൂരിൽ വിജയിച്ചു എന്ന് ഒരുമിച്ച് ചിന്തിക്കണമെന്ന് നിയമസഭയിൽ ധനാഭ്യർത്ഥന ചർച്ചയ്ക്കുള്ള മറുപടി പ്രസംഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. നിങ്ങൾ ജയിച്ചതിൽ വേവലാതിയില്ല, ഞങ്ങൾക്ക് നഷ്ടവുമില്ല. എങ്ങനെ BJP ജയിച്ചു എന്ന് ഒരുമിച്ച് ഗൗരവമായി കാണണമെന്നും പ്രസംഗത്തിനിടെ ചില പ്രതിപക്ഷ അംഗങ്ങൾ എതിർ ശബ്ദം ഉയർത്തിയപ്പോൾ പറഞ്ഞതിൽ വസ്തുതയുണ്ട് എന്ന് പരിശോധിക്കാതെ ബബ്ബ പറയരുതെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം.